മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 29-30 വാക്യങ്ങൾ. സെയിൻറ്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 21 വേഴ്സസ് 29 and 30. ഒരു ഉപമയും അവൻ അവരോട് പറഞ്ഞു, അത്തിമരത്തെയും മറ്റും മരങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. ഈശോ പറഞ്ഞത് ജീവിതത്തിലെ ചില അടയാളങ്ങൾ, നമുക്ക് ചില കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അത് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകണം എന്ന് തന്നെയാണ് പറയുക. അപ്പം അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. നമുക്ക് ഈ അവസരത്തിൽ വളരെ വേദനിക്കുന്ന ഒരു ഭാര്യ കൗൺസിലിങ്ങിനായിട്ട് വന്നു. തൻ്റെ വിഷമങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. എൻ്റെ ഭർത്താവ് മദ്യപാനിയോ മയക്കുമരുന്നോ എടുക്കുന്നയാളല്ല, എന്നാൽ അദ്ദേഹത്തിന് വലിയൊരു രോഗമുണ്ട്, സംശയരോഗമാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും സംശയം. എൻ്റെ ഫോണ് എൻഗേജായിരുന്നാൽ സംശയം. ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഒരുമിച്ച് പോയാൽ എന്നെ അദ്ദേഹം വീക്ഷിക്കുകയാണ്. ഞാൻ ആരോടൊക്കെ സംസാരിക്കുന്നു, ആരോടൊക്കെ ഇടപെടുന്നു. ഇതിലും ഭേദം മദ്യപാനി ആയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് ചിന്തിച്ചു പോകാൻ ഇടയായിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണത്തിന് മുൻപ് തന്നെ എനിക്കിത് ബോധ്യമായതാണ്. ഞങ്ങൾ തമ്മിലൊരു പ്രേമബന്ധമായിരുന്നു. അന്ന് തന്നെ ഈ സംശയരോഗം തുടങ്ങി. അപ്പോൾ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടായില്ലായിരുന്നു. പക്ഷെ അന്നങ്ങനെ തോന്നിയില്ല. അതിനെ നിസ്സാരമായി കരുതി ഞങ്ങൾ വിവാഹബന്ധത്തിലാണെന്ന്. പക്ഷേ സഹിക്കുക, അല്ലാണ്ട് എന്നാ ചെയ്യാൻ പറ്റും? വേദനയോടെ പറഞ്ഞു നിർത്തിയപ്പോൾ പ്രാർത്ഥിച്ച് അവളെ അയച്ചുവെങ്കിലും കർത്താവിൻ്റെ ഈ വചനം ഹൃദയത്തിൽ സ്വീകരിക്കേണ്ടതുണ്ട്. ചില അടയാളങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ അതിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ പിന്നീടിരുന്ന് ദുഃഖിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിലെ ചില അടയാളങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നതാണ് എങ്കിൽ പ്രാർത്ഥിച്ച് ഡിസൈൻ ചെയ്ത് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിതത്തെ മാറ്റുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകും. അല്ലെങ്കിൽ അത് ഇരുളിലാകും. അങ്ങനെ നമ്മുടെ കുടുംബജീവിതം നശിക്കുവാൻ ഇടവരരുത് എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.